എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിള്ളിക്കുരിശമംഗലം. കിള്ളിക്കുരിശമംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നു? സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വ. സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്? കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് ആണ് കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. കരിമുണ്ട കുരുമുളകിൻ്റെ ഒരു കാർഷിക വിളയാണ്. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ? ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ 4ാം നിയമസഭ. 4ാം നിയമസഭയാണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ. മുക്കോലപ്പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി? മുക്കോലപ്പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണ് മുക്കോലപ്പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി. തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ. തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം? കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂർ. നിലമ്പൂറാണ് കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം. ഒരു കാലത്ത് വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്നത്? ഒരു കാലത്ത് വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്നത് അങ്ങാടിപ്പുറം. ഒരു കാലത്ത് വള്ളുവ നഗരം അങ്ങാടിപ്പുറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജന്റെ നിറമെന്ത്? ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജന്റെ നിറം ഇളം നീല. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഓക്സിജന്റെ നിറം ഇളം നീലയാണ്. പീരിയോഡിക് ടേബിളിൽ ഏതു പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? പീരിയോഡിക് ടേബിളിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? 2. രണ്ടാമത്തെ പീരീഡിലാണ് പീരിയോഡിക് ടേബിളിൽ ഓക്സിജന്റെ സ്ഥാനം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വനമുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വനമുള്ളത് ഏത് സംസ്ഥാനത്തിനാണ്? മധ്യപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ വനമുള്ളത്. കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുതുമലൈ നാഷണൽ പാർക്ക്. മുതുമലൈ നാഷണൽ പാർക്കാണ് കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? KM മുൻഷി. KM മുൻഷിയാണ് ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ? മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ K. ജയകുമാർ. K. ജയകുമാർ ആയിരുന്നു മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം? കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്? തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയാണ് തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? 25. ഇന്ത്യയിൽ നിലവിൽ 25 ഹൈക്കോടതികളാണ് നിലവിലുള്ളത്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമനാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്?
ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്? അലി സഹോദരന്മാർ. അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര്? സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര് രജപുത്താന. സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്നത് രജപുത്താന എന്നായിരുന്നു. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മുമ്പേ ഇന്ത്യൻ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജി ഉപദേശിച്ചതാര്? നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത്. സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ്? സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ്. വംശവിവേചനത്തിന്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് വംശവിവേചനത്തിന്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത? എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. അരുണിമ സിൻഹയാണ് എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. മന്ത് പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? മന്ത് പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ബാക്ടീരിയ. ടൈഫോയിഡ് പരത്തുന്നത് ബാക്ടീരിയയാണ്. ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി? ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറാണ് ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റ. JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായാണ്? ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഗാന്ധിജി ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്? ഗാന്ധിജി ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജി തൻ്റെ ആത്മകഥ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. പൈക്ക കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? പൈക്ക കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? ഒഡീഷ. പൈക്ക കലാപത്തിന് വേദിയായത് ഒഡീഷയായിരുന്നു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു ആയിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ് ആരാണ്? ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി ആയിരുന്നു ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. ഏത് സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന നീക്കം നടത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന നീക്കം നടത്തിയത്. ജീവകം എയുടെ രാസനാമം? ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. റെറ്റിനോൾ എന്നാണ് ജീവകം എയുടെ രാസനാമം. നിയാസിൻ എന്ന രാസനാമമുള്ള ജീവകം ഏത്? നിയാസിൻ എന്ന രാസനാമമുള്ള ജീവകം B3. ജീവകം B3 ആണ് നിയാസിൻ എന്ന രാസനാമമുള്ള ജീവകം. നിലമ്പൂർ ആയിഷ പ്രശസ്തയായത് ഏത് മേഖലയിലാണ്? നിലമ്പൂർ ആയിഷ പ്രശസ്തയായത് ഏത് മേഖലയിലാണ്? നാടകാഭിനയം. നാടകാഭിനയത്തിലാണ് നിലമ്പൂർ ആയിഷ പ്രശസ്തയായത്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്ന്? മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചതെന്നാണ്
2013 മെയ് 23. 2013 മെയ് 23 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. 1962 പഞ്ചാബ് ഗവർണറായ മലയാളി ആരാണ്? 1962 പഞ്ചാബ് ഗവർണറായ മലയാളി പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ളയാണ് 1962 പഞ്ചാബ് ഗവർണറായ മലയാളി. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. മലപ്പുറത്താണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല പത്തനംതിട്ട. പടയണി പത്തനംതിട്ട ജില്ലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. ചൂലന്നൂരാണ് മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ. ഷൊർണൂറാണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്. കേരളത്തിലാദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലാദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? പാലക്കാട്. കേരളത്തിലാദ്യത്തെ IIT സ്ഥാപിതമായത് പാലക്കാടാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.